മഴ ആയതുകൊണ്ട് കറങ്ങാൻ വന്നതാണ്, പക്ഷേ മഴയില്ല, ഇപ്പോൾ വെയിലാണ്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ റെയിൻ. യെസ്, നമ്മളിപ്പോൾ അകത്തുമുറി റിസോർട്ടിലാണ്. വെറുതെ ഷൂട്ട് ചെയ്യാൻ വന്ന, സ്റ്റേ ചെയ്യാനൊന്നുമല്ല. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കിട്ടുക. എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല. മഴ വരുന്നില്ല. ലിപ്സ്റ്റിക് എടുത്തില്ലടി. ലിപ്സ്റ്റിക് ബാഗിലുണ്ട്. മഴ തരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. മഴ ഇതുവരെ പെയ്യുന്നില്ല. നമ്മൾ ഇന്ന് മഴക്കോലുണ്ടായിരുന്നു, ഇപ്പോൾ ഭയങ്കര വെയിൽ. നമ്മുടെ പ്ലാൻ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്. റിസോർട്ടിൽ നിന്ന് നേരെ പനയക്കട പാലത്തിൽ പോകുന്നു. ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, കുറച്ചൊന്നും എനിക്ക് ഈ വഴി അറിഞ്ഞൂടാ, അങ്ങോട്ട് വഴി അറിയാം. നമ്മളിപ്പോൾ കയ്യിലെടുത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ ഷാപ്പിൽ ഇപ്പോൾ പ്ലാൻ ഇടുന്നുണ്ട്. കള്ളുടിക്കാൻ കഴിക്കാൻ വേണ്ടി മാത്രം. ഷാപ്പുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഗോൾഡൻ ഐലൻഡ്. അയ്യോ ഈ കണക്കും. ദേവിക്ക് നല്ല വണ്ടി ഓടിക്കാൻ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുന്നത്. ഒരു തേരി കഴിഞ്ഞോണ്ട് എന്നെ പിക്ക്. തേരി മാത്രം കയറിയാൽ മതി. ഇതാണ് ഗൈസ് എൻ്റെ നാട്. ഹലോ. അയ്യേ വെയിറ്റിംഗ് ഗൈസ്. അഭിനയിക്കാം. അയ്യോ പരിപാടി വിശക്കുന്നു. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഹാഫ് ഞണ്ട് കറി, ഹാഫ് ഞണ്ട്, കപ്പ, കഞ്ഞിയാണ്. ആനം വരുന്നു ഗൈസ്. ദേവിക ഭയങ്കര എക്സൈറ്റഡ് ആണ്. ദേവിക കരയുന്നു, സന്തോഷ കഞ്ഞി. ദേവിക്ക് മാത്രം. ഇത് മാറ്റി വെക്കണേ. നീ എന്തിലും കഴിക്കാൻ കാട്ടുന്നു. മെസ്സി ഈറ്റർ ഗൈസ്. നമ്മൾ ഫുഡ് ആസ്വദിച്ച് വേണം ദേവി കഴിക്കുന്ന പോലെ എരിഞ്ഞെരിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാൻ പറ്റിയില്ല. ദേവിക ഒട്ടും പറ്റിയില്ല അല്ലേ ദേവിക? എന്നെ നാണം കേട്ടോ മതി എഴുതിച്ച കാര്യം. ഇതാണ് കേരളത്തിലെ ഓസ്ട്രിച്ച്. നിനക്ക് പണ്ട് താറാവെന്ന് പേരില്ലായിരുന്ന? താറാവ് ദേവി. താറാവ് ഞാൻ എനിക്കല്ല, കൃഷ്ണേന്ദു താറാവ് പോലെ നടക്കുന്നത്. നിനക്കൊരു പേരെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ കൊന്നു നമുക്ക് തരൂലേ? ഇത് നമ്മൾ കൊല്ലുന്ന താറാവ് കഴിക്കുന്നതിനാണ്. അയ്യോ പശു വരെ തൊടണമെന്ന് പറഞ്ഞു. ഈ പശു ഇല്ല, ഇത് വലിയ പശു ഇടിച്ചിടും നമ്മളെ. കുട്ടി പശു ഉണ്ടാകും. കുട്ടി പശു ആ വീട്ടിലുണ്ട്. നമ്മൾ നേരത്തെ ചരക്ക് വെച്ചാൽ എന്റെ അമ്മ ഇരിക്കും. ദേവിക കപ്പ മോഷ്ടിക്കാറങ്ങുകയാണ്. ഞാനും ദേവിക ചാടി പോവാ. വയലിൽ പോകുന്നു ഗൈസ് കപ്പ മോഷ്ടിക്കാൻ. ചുമ്മാ ഗൈസ് നമ്മൾ വെറുതെ പോണേ. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും വയലില്ല, ദേവികയുടെ വീടിൻ്റെ അടുത്തും ഇല്ല. സോ നമുക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം. സോ വി ആർ ഗോയിങ് ടു എക്സ്പ്ലോർ വയൽ. നമ്മൾ ദൂരെ ഒരു പശു കണ്ടു. സോ പശു കുട്ടീനെ കണ്ടു. സോ നമ്മൾ അതിനെ തൊടാൻ പോവുകയാണ്. ഹായ് പശു. എടി ഇടിച്ചിടോടി എന്നെ അങ്ങനെ വിളിക്കുന്ന എന്നെ. നീ വിളിച്ചാ വരുവാ. എന്നിട്ടാണ് ഗൈസ് ഞാനും പശുവും കമ്പനിയായി. പശുവിൻ്റെ ഇത് കുഞ്ഞു പശുവാ. 1 മാസം 3 മാസമായിട്ടുള്ളൂ തോന്നുന്നു. കണ്ണ് മുറിഞ്ഞിരിക്കുന്ന മോനാണെന്ന് തോന്നുന്നു. പെണ്ണാണോ? പെണ്ണ് മോളാണ്. എന്നാലും നമുക്ക് മോനെ കൊടുക്കാം. ഞാൻ പാവ പേരിട്ട് നമ്മൾ പറയുന്നത്. നീ വിളിച്ച നേരത്തെ വിളിച്ചോലെ പശുവിനെ ടാറ്റ പറഞ്ഞു.
ചേന ചേനയാണോ ചേമ്പല്ലേടി ചേന ഒരു വലിയ പൂ പിടിക്കും തപ്പിയൊക്കെ വന്നിട്ടോ അപ്പൊ അங்க ഒരു പശുമാട് ഇരുந்துச்சு അതെ പോയി നല്ല പശുമാട് ഗായ്സ് ഇവിടെ മഴ പെയ്യുകയാണ് നമ്മുടെ പ്രാർത്ഥന ഫയലി വേർഡ്സ് കിട്ടുന്നില്ല ഞാൻ അവിടെ ഹെൽമെറ്റ് കൂടി കഴിയും ട്രെയിനിങ് ദേവിക്ക് ചത്താ മതി ഇവിടെ വന്നപ്പോഴേ നാട്ടിൽ വന്നപ്പോഴേ മനസ്സിൽ കിടക്കുന്ന മെയിൻ വിഷയം ഇതാണ് മഴ പെയ്യണം മഴയത്ത് ഇവിടെ ഇവിടെ പോണോ അപ്പൊ നമ്മൾക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അപ്പം ഉറക്കും ഒട്ടും പ്രതീക്ഷിച്ചില്ല മഴ ഹായ് ഗൈസ് നമ്മൾക്ക് മഴ കിട്ടി ഫൈനലി നമ്മൾ മഴ കഴിഞ്ഞിട്ട് നടക്കുവാണ് ചുമ്മാ പാലം കണ്ടിട്ട് അപ്പോഴേ വീട്ടിലോട്ട് പോവാൻ നമുക്ക് വേണ്ടി മാത്രം ഇച്ചിരി മഴ പെയ്യിപ്പിച്ച് തന്നു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് സോ ഹാപ്പി ഇന്നത്തെ ദിവസം 10 ആയിരുന്നു നല്ലായിരുന്നു പക്ഷെ നല്ലതായിരുന്നു ഒക്കെയാണ് ഇന്നത്തെ ദിവസം ഒരു ഫ്രഷ് ദിവസം നമ്മളിപ്പോൾ എന്തൊക്കെ എവിടെയൊക്കെ പോയി ഫസ്റ്റ് എല്ലാം നമ്മൾ പോയ സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ കുറച്ച് ഡേഞ്ചർ ആയിട്ട് തോന്നും പക്ഷെ നമ്മളെല്ലാം സേഫ് സൈഡിലാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് രണ്ട് ടൈപ്പ് എല്ലാം വാട്ടർ ബോഡീസ് തന്നെ രണ്ടും അകത്തുമുറി പണയക്കടവ് കായലും രണ്ടും കായൽ പിന്നെ നമ്മൾ ഞണ്ട് കഴിക്കാൻ പോയി അതിനുശേഷം നമ്മൾ പിന്നെ റോഡിൽ ചുമ്മാ വണ്ടി ഓടിക്കാൻ പശുവിനെ കണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ കായലിൻ്റെ മേലുള്ള പാലത്തിലേക്ക് പോയി ചുമ്മാ റൈഡ് മഴയിൽ റൈഡ് വെയിൽ റൈഡ് എല്ലാം ചുമ്മാ പേര് സംസാരിച്ച് നമുക്ക് ജസ്റ്റ് നല്ലൊരു ഡേ പ്രതീക്ഷിക്കാതെ പ്ലാൻ ചെയ്യാണ്ട് വന്നോണ്ട് നല്ലൊരു ദിവസം ഇല്ലെങ്കിൽ കൊളായനെ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇനി നമ്മൾ മോൻഷയുടെ ചാനലിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ